ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും നല്ല ഫുഡായിരുന്നു അവിടുത്തെ. ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. എല്ലാവരും ഡയറ്റും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് 3-4 ദിവസം കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട്. ശരിക്കും മൂന്നാമത്തെ ദിവസമായപ്പോൾ ടയേർഡായി. രാത്രിയിലൊന്നും ആർക്കും ഉറക്കമില്ല. ചുമ്മാ വർത്തമാനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് മിക്കവാറും രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ടയേർഡായി. ഇന്ന് പുറത്ത് പോകുന്നതിന് മുമ്പ് ബിന്ദുവിനെ ബ്യൂട്ടി ആക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ബിന്ദുവിൻ്റെ നല്ല ചുരുണ്ട മുടിയാണ്. അപ്പം ജയശ്രീ ഒരു ടാസ്ക് ആക്കി അത് ഏറ്റെടുത്ത് സ്ട്രെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും നോക്കിയിരിക്കുകയാണ്. പതുക്കെയാണ് അത് പുള്ളി ചെയ്തത്. പക്ഷേ എങ്ങനെ കളിച്ചാലും കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിയുടെ മുടി പിന്നെയും ചുരുണ്ട് വരും. അതാണ്, അത്രയ്ക്കും ചുരുണ്ട മുടിയാണ്. പക്ഷെ നല്ല രസമാണത് കാണാനായിട്ട്. അങ്ങനെ ഫൈനലി നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്തു. ഞങ്ങളത് കഴിഞ്ഞ് പുറത്ത് പോയി. ഈ ഇത് അവിടെ കണ്ടതാണ്. ഒരു ബോയ് ഗേൾ അങ്ങനത്തെ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുവഴി ഞങ്ങൾ കുറേ നടന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പിപ്പോകുന്ന പോക്കാണ്. അങ്ങനെ വഴിയരിയിലൊരു കടയിൽ ഞങ്ങൾ കയറി. ഇത് ഒരു ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ളൊരു സാധനം. എന്തോ പൊട്ടറ്റോ ഉണ്ടോ അങ്ങനെയായിട്ടൊക്കെ ഉണ്ടാക്കിയതെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. സത്യമാണോ കള്ളമാണോ ദൈവത്തിനറിയാം. എന്തായാലും അതിങ്ങനെ മൾട്ടി കളറായിട്ട് വരും ടേൺ ചെയ്യുമ്പം. ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്ന പ്രിയയും ബിന്ദുവും അത് വാങ്ങിച്ചെന്ന് തോന്നുന്നു. കണ്ടോ, നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ വാട്ടർ ഫൗണ്ടൻ്റെ അവിടെ കുറേ നേരം പോയി. ഇത് കടപ്പുറമാണ് അതിൻ്റെ തൊട്ടടുത്ത്. അവിടെ കുറേ നേരം ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ സെൽഫി സ്റ്റിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നൊരു വലിയ ചടങ്ങായിരുന്നു. അങ്ങനെ ജയശ്രീ ഞങ്ങൾ ആരും അറിയാതെ പോയി ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അതിനകത്ത് വീഡിയോ എടുക്കുന്നതിനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഫൈനലി ഞങ്ങളെല്ലാവരും അത് പഠിച്ചു. അങ്ങനെ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ചുമ്മാ തേരപ്പാരെ നടക്കുക, അത് തന്നെ പരിപാടി. പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. തമാശയൊക്കെ പറഞ്ഞ് രസമല്ലേ. പിന്നെ കടപ്പുറത്ത് പോയി കുറേ നേരം അവിടെ നടന്നു. വെള്ളത്തിന് വലിയ തണുപ്പില്ലായിരുന്നു. എന്തായാലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അത് തന്നെ വലിയ കാര്യം. കുറേ നേരം അവിടെ ഞങ്ങൾ ഇരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോലത്തെ ഹാറ്റ് കാര്യങ്ങൾ ഗ്ലാസ്സസ് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ജയശ്രീ കുറേ നേരം വീഡിയോ എടുത്തു. എല്ലാവരും പുറകെ കൂടുകയാണ്. ഇത് തന്നെ നമ്മുടെ പ്രധാന എൻജോയ്മെൻ്റ് എന്ന് പറയാം. പിന്നെയും വെള്ളത്തിലേക്ക് അതിൽ നിന്ന് കയറാൻ തോന്നുന്നില്ലായിരുന്നു. ഞങ്ങളതിൽ സ്വിമ്മ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. അവിടെ കുറേ നേരം പിന്നെ മണപ്പുറത്തിരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. ഒക്കെ ഒരു രസമായിരുന്നു. പാവം രുചിക്ക് ഹാർട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല. കോഴി കുത്താൻ വരുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറേ കളിയാക്കി. നമുക്ക് പിന്നെ എന്തും പറയാം, അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ അവിടുന്ന് പോരണമായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചു. ഇതായിരുന്നു നമ്മുടെ കീ. നമുക്ക് കയ്യിൽ കെട്ടിത്തരുമായിരുന്നു. ഇത് സ്കാൻ ചെയ്താണ് നമ്മൾ റൂമിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനലി എല്ലാം വിട്ട് വിട പറഞ്ഞ് പോവുകയാണ് സുഹൃത്തുക്കളെ. 3 ദിവസമൊന്നും നമുക്ക് മതിയായില്ല. ഒരു മിനിമം 5 ദിവസമെങ്കിലും വേണമായിരുന്നു. അതും പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. പ്രിയയും ബിന്ദുവും അവിടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്രയാവുകയാണ്. നമുക്ക് ബസ്സിൽ തന്നെ അവർ കൊണ്ടുവന്ന് തിരിച്ച് എയർപോർട്ടിലേക്ക് വിടുകയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് 7:18 ആയപ്പോഴാണ് അവിടുന്ന് ഇറങ്ങിയത്. തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 10-15 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എയർപോർട്ടിലേക്ക്. ചെക്ക് ഇൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു കുറേ ലോങ് നടക്കണമായിരുന്നു എയർപോർട്ടിനകത്തേക്ക് ചെല്ലാൻ വേണ്ടി. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് അതൊക്കെ ഫ്ലൈറ്റിനകത്തേക്ക് കയറാനായിട്ട് പോകുന്ന റെജിനെ അവിടെ കരയാൻ പോകുന്ന പോലെ കാണിക്കുകയാണ്. വിഷമമായിരുന്നു എല്ലാവർക്കും തിരിച്ചു പോകാനായിട്ട്. അതുപോലെ ഓരോ നിമിഷവും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനിയും ഇതുപോലെ പോകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് പിക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കറക്റ്റ് സമയത്തിന് പുള്ളി വന്നു, ഞങ്ങളെ പിക്ക് ചെയ്തു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.